ഏറെ നാളുകൾ കൊണ്ട് വിചാരിക്കുകയാണ് ഒരിക്കലെങ്കിലും തിരുമാന്താംകുന്നിൽ പോയി പാണക്കാട്ടുകാരുടെ കളംപാട്ട് ഒന്ന് കാണണമെന്ന്. അമ്പലത്തിൻ്റെ അടിവാരത്തിൽ തന്നെയാണ് ഞങ്ങൾ ഒരു റൂമെടുത്തത്. വൈകുന്നേരത്തെ ചായ അവിടെ അടിവാരത്തുള്ള ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ അങ്ങാടി പുറത്ത് തന്നെ താമസിക്കുന്ന അമ്മായിയെ പോയി കണ്ടു. തിരികെ വന്ന് ഞാനും പ്രിയയും കൂടി ഞങ്ങളുടെ പഴയ തറവാട് നിന്നിടത്തേക്ക് ഒന്ന് നടന്നു. ഇന്നത് മറ്റാരുടെയോ കയ്യിലാണ്. തറവാടൊക്കെ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു. ആ പഴയ തറവാടിനെ കുറിച്ച് ഓർത്തപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി. സന്ധ്യയ്ക്ക് 7 മണിയോടെ ഞങ്ങൾ അമ്പലത്തിലേക്ക് നടന്നു. ദീപപ്രഭയിൽ കുളിച്ചു നിന്നിരുന്ന ക്ഷേത്രം അനിർവചനീയമാമൊരു ആത്മീയ അനുഭൂതി പകർന്നു. ഇന്നത്തെ കളംപാട്ട് പാണക്കാട്ടുകാരുടെ വകയാണ്. നിറച്ചാർത്തും വാദ്യമേളങ്ങളും ഭഗവതീ സ്തുതികളും സോപാന സംഗീതവും മന്ത്രോച്ചാരണങ്ങളും ഇടകലർത്തി അവതരിപ്പിച്ച കളംപാട്ട് എനിക്ക് വേറിട്ടൊരനുഭവമായിരുന്നു. അന്നത്തെ രാത്രി കഴിഞ്ഞ് നേരം പുലർന്നപ്പോൾ ഞാൻ അവിടമാകെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. പോയ കാലത്തെ വള്ളുവനാടിൻ്റെ മനോഹരമായൊരു ചിത്രം വരഞ്ഞതുപോലുള്ള ആ പരിസരങ്ങൾ ഏതൊരാളുടെയും ഹൃദയം കവരുമെന്നത് തീർച്ചയാണ്. ഈ യാത്രയിൽ ഞങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ചെയ്തു തന്ന രാമദാസ് മാമയോടും അമ്മായിമാരോടും നിതീഷിനോടും ശശിമാമയോടും ഞങ്ങൾക്കുള്ള നന്ദി വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇതുവരെ ഞങ്ങളോടൊപ്പം ഈ യാത്രയിൽ പങ്കെടുത്ത നിങ്ങൾ ഓരോരുത്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.